وإنك لعلى خلق عظيم. ഹബീബിനെ കൊല്ലാൻ വന്ന വാപ്പയുടെ മോനാണിത് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ തലയിലേക്ക് കല്ല് വാരിയിടാൻ വന്ന ആള്, ഹബീബിനെ ദ്രോഹിച്ച ആള്. ഹബീബ് നിസ്കരിക്കുമ്പോൾ ആരാണ് ഒട്ടകത്തിന്റെ അറവ് നൽകപ്പെട്ട അറുത്ത ഒരു ഒട്ടകത്തിന്റെ നാറുന്ന ബ്ലാഡറും അതിന്റെ കുടലുകളും ആരാണ് കൈകൊണ്ട് വാരിയിട്ട് സുജൂദിൽ കിടക്കുന്ന ഹബീബിന്റെ തോളിലേക്ക് ഇടുക എന്ന് തിരുവിധങ്ങൾ അപമാനിക്കാനും ഹബീബിന്റെ നിസ്കാരത്തോട് വെറുപ്പുണ്ടായിട്ട് അബൂജഹലാണ് ഇത് ചെയ്യിപ്പിച്ചത്. അഷ്ഖൽ ഖൗം അത് ചെയ്തു. ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ, ഉമ്മത്തു ദഅവയിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ചെയ്തു അത് ആ ഹബീബായ നബി തങ്ങളുടെ പുണ്യമേനയിലേക്ക് ചീഞ്ഞു നാറുന്ന സർവ്വതും വാരിയെറിഞ്ഞിരുന്ന ഹബീബിനെ കൊല്ലാൻ വേണ്ടി 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടാക്കിയ ആള്, മുത്തുനബിയെ കൊല്ലാൻ 11 വധശ്രമം ചെയ്ത ആള്, ആ ആളിന്റെ മോനാണ് ഈ ഉമ്മത്തിന്റെ നന്മയുടെ സുഗന്ധമായി സുഹൃതമായി മാറിയ ഇക്രിമ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ദീനിലേക്ക് വന്നതെന്നറിയുമോ? ഹബീബിന്റെ സരളമായ സ്വഭാവ ഗുണം കണ്ടപ്പോഴാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഹബീബിന്റെ രീതിയും സ്വഭാവ രീതിയും ഹബീബിന്റെ സംസാര രീതിയും അങ്ങനെയായിരുന്നു. നബിയെ, അങ്ങയുടെ സ്വഭാവം വല്ലാത്തതാണല്ലോ. അവര് മുഴുവനും ആകർഷിച്ചത് ആ ഒരു രീതിയാണ്, ഉപദേശത്തിന്റെ രീതി അതാണ്. സാരോപദേശം നടത്തുമ്പോ അങ്ങനെയാ ചെയ്യേണ്ടത്. കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചുവല്ലോ, മാ തറൗന അന്നി ഫാഇലും ബികും. മക്ക വിജയം നടക്കുമ്പോ, മക്ക ഫത്ഹ് നടക്കുമ്പോ, ഹിജ്റയുടെ 8-ാം വർഷം അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച മുഴുവൻ ആളുകളും മുമ്പിലുണ്ടായിരിക്കെ കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ടാണ് നബി ചോദിച്ചത്. മുഴുവൻ ആളുകളും, എല്ലാ ക്രിമിനലുകളും ഹബീബിന്റെ മുന്നിലുണ്ട്. പഞ്ചപുച്ഛമടക്കിയവർ കീഴടങ്ങിയിരിക്കുന്നു, ആയുധം വെച്ച് കീഴടങ്ങി. നബി തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടല്ല കഴിയടക്കുന്നത്. തക്ബീറിന്റെ തക്ബീറിന്റെ മുഴക്കം, ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഉച്ചരിച്ചു വന്ന സ്വഹാബിമാർ ഒരു യുദ്ധമില്ലാതെ മക്ക നഗരം മുഴുവൻ ഹബീബിന്റെ വരുതിയിലേക്ക് വന്ന് നബി തങ്ങളെ ആട്ടിയോടിക്കാൻ ഹബീബിനെ തുരത്താനും അനുയായികളെ നാട് കടത്താനും അനുയായികളെ ദ്രോഹിക്കാനും മുന്നിട്ടിറങ്ങിയ മുഴുവൻ ആളുകളും ഹബീബിന്റെ മുമ്പിൽ അവിടെയുണ്ട്. മക്കയിൽ കൊല്ലപ്പെട്ട സ്വനാദീദ് ഖുറൈശ് ഒഴികെ ബാക്കിയൊക്കെ അവിടെ മുമ്പിലുണ്ട്. തങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ പറയില്ലേ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയവരെ കാണിച്ചു തരാം, അങ്ങനെ പറയാം. പഞ്ചായത്ത് വാർഡ് മുതൽ പറയും ഡയലോഗ് ഇല്ലേ, അടുത്ത തവണ കാണിച്ചു തരാം. പള്ളി കമ്മിറ്റിയും പറയും, മദ്രസ കമ്മിറ്റിയും പറയും. ചിലപ്പോ ചില നാടുകളിലൊക്കെ ഞങ്ങൾക്ക് ഭരണം കിട്ടട്ടെ, അപ്പൊ കാണിച്ചു തരാം. തങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോ തങ്ങൾ എന്താ ചെയ്തത്? അതാണ് ബുദ്ധി, അതാണ് വിജയം. അധികാരവും കരുത്തും ശക്തിയും കയ്യിലുണ്ടായിരിക്കെ തങ്ങളോട് അനീതി ചെയ്തവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയാൻ, അതല്ലേ ആണത്വം. തങ്ങൾ ചോദിച്ചു, നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അറബികളുടെ പഴയ കഥ അനുസരിച്ച് അധികാരം കിട്ടിയവൻ കരുത്തുള്ളവൻ കരുത്തില്ലാത്തവനെ വെറുതെ വിടില്ല, വകവരുച്ചു. അവർ ഹബീബിനെ മനസ്സിലാക്കി. അവര് പറഞ്ഞു, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അഖുൻ കരീം വബ്നു അഖിൻ കരീം. ഞങ്ങളുടെ മാന്യനായ സഹോദരനല്ലോ മുഹമ്മദേ നിങ്ങൾ, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകനല്ലയോ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് നബി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, ഇദ്ഹബൂ ഫഅൻതു. പ്രശസ്തമായ അബൂ സുഫിയാൻ എന്ന് പറയില്ലേ, അവരുടെ മുഴുവൻ പേര് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നാണ്. ഈ തങ്ങൾ മാപ്പ് തന്നാലും എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അവര് ഉറപ്പിച്ചു തങ്ങൾ മാപ്പ് തരില്ലെന്ന് വിചാരിച്ച് ഓടുകയാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹാരിത്ത് മക്കളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടുന്നത് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇലാ ഐന തസീറു യാ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്തെ, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? എങ്ങോട്ടായി ഓട്ടം? ഞാൻ മരുഭൂമിയിലേക്ക് പോവാണ്. അഖ്റുജു ഇല സുഹറ.
ഫഅമൂതു അന, ഞാനും വഅത്ഫാലി, എന്റെ മക്കളും, ജൂഅൻ വഉരിയൻ വഅത്ഷ, ഞങ്ങള് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ പുതപ്പില്ലാതെ ഞങ്ങൾ ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ പോവാണ്. നീ എന്തിന് ജീവിക്കണം? മക്ക മുഹമ്മദ് നബിയുടെ കയ്യിൽ വന്നില്ലേ, നീ എന്തിന് ജീവിക്കണം? ഇവിടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പോവാൻ, ഞങ്ങൾ വെയിൽ കൊണ്ട് മരിക്കട്ടെ, ഞാനും എന്റെ മക്കളും മരുഭൂമിയിലേക്ക് പോവാൻ. തങ്ങൾ ചോദിച്ചു, വലിമാത, എന്തിനാ നിങ്ങൾ ഈ പോകുന്നത്? പറഞ്ഞു, ഇന്നദറകനി മുഹമ്മദുൻ ഖതഅനി ബിസൈഫി ഇറബൻ ഇറബാ, എന്നെ മുഹമ്മദ് നബി തങ്ങളെങ്ങാനും കണ്ടാൽ എന്നെ വാളുകൊണ്ട് വെട്ടി വെട്ടി പീസ് പീസാക്കില്ലേ? കാരണം അത്രക്കുമേൽ മുഹമ്മദ് നബിയോട് ഉപദ്രവം ചെയ്ത ആളല്ലേ ഞാൻ എന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ ഇബ്നു അമ്മായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ് ഇലൈഹി, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസേ, ആ റസൂലിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ എന്തിനാ ചെറിയ മക്കളെടുത്ത് പോകുന്നത്? നിന്റെ ഭാര്യ മക്കളെ കുടുംബത്തെ ഉമ്മയെ കൊണ്ടുപോയി എന്തിന് മരുഭൂമിയിലെ ഈ ചൂടിൽ പോയി നീ വെള്ളവും ഭക്ഷണവും കിട്ടാതെ എന്തിന് ആത്മഹത്യ ചെയ്യണം? എന്തിന് കടും കൈ ചെയ്യണം? മുഹമ്മദ് നബി തങ്ങളെ നീ ഒന്ന് ചെന്ന് കാണണം. വസല്ലിം അലൈഹി ബിന്നുബുവ, പ്രവാചകരുടെ പ്രവാചകത്വം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതറിഞ്ഞിട്ട് നിന്റെ അധികാരവും നിന്റെ അഭിമാന ബോധവും, നീയൊക്കെ നാട്ടിലെ ശിർക്കിന്റെ കോമരങ്ങളായി തുള്ളിയ ആളുകളാണ്, ബഹുദൈവ ആരാധനയെ പ്രമോട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും ഏകദൈവമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ വിശ്വാസം നിനക്ക് പിടിക്കാതെ വന്നു. ആ ഒരൊറ്റ തെറ്റല്ലാതെ മുഹമ്മദ് നബി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നബി തങ്ങൾ നിങ്ങളുടെ വീട് ആക്രമിച്ചോ? പ്രവാചകന്റെ അനുയായികൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആകെ നിങ്ങളോട് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്, ഈ കണ്ണ് പടച്ചു തന്നവനാണവൻ, ഈ കൊച്ചു കണ്ണുകൊണ്ട് അല്ലാഹനെ കാണണമെന്ന് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പമറിയുന്ന ഒരു മനുഷ്യന് തന്റെ കണ്ണിന്റെ ഈ കൊച്ചു രണ്ട് സാധനത്തിന്റെ മുമ്പിൽ എനിക്കെന്റെ പടച്ചവനെ കാണണമെന്ന് പറഞ്ഞാൽ ഈ മഹാലോകം സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ എത്ര ചെറുതായി കാണിക്കലാണത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെ പടച്ചവൻ അവനാണ് അല്ലാഹു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തത് വിശ്വസിക്കൂല എന്ന് പറയുന്നവരറിയണം, അള്ളാഹുവിനെ എന്റെ കണ്ണുകൊണ്ട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൊച്ചാക്കലല്ലേ? എന്താ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം? എത്രയാ ഭൂമിന്റെ വലുപ്പം? ഇതിനേക്കാൾ എത്ര ആയിരം മടങ്ങ് വലുപ്പമുള്ളതാണ് സൂര്യൻ. അങ്ങനത്തെ ബില്യൺ കണക്കിന് നക്ഷത്ര ഗോളങ്ങളാണ് ഒരു ഗാലക്സി എന്ന മിൽക്കി വേയിൽ. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അനന്തമായ വിശാലമാകുന്ന ഈ പ്രപഞ്ചം, ഇതൊക്കെ പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ശരീരത്തിന്റെ ഒരു ചെറിയ രണ്ട് ഐബോൾ അല്ലേ, ഈ ചെറിയ രണ്ട് കണ്ണ്, ഇതിന്റെ മുമ്പിൽ അന്നങ്ങോട്ട് പ്രത്യക്ഷപ്പെടണം. ധിക്കാരല്ലേ ആ ചോദിക്കുന്നത്? മിനിമം അള്ളാഹുവിനെ ചെറുതാക്കലല്ലേ ആ ചോദ്യം? എന്റെ കണ്ണിൽ കാണണം, എന്റെ കണ്ണെത്ര വലുപ്പുണ്ട്? എന്റെ കണ്ണിന്റെ വലുപ്പം എന്ന് പറഞ്ഞതാ ഷുഗർ പിടിച്ചാൽ പോണ കാഴ്ചയാണ് അല്ലേ? ആ കണ്ണിന് മുമ്പിൽ അള്ളാഹനെ കാണണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കണ്ട. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഇത്രയായിരം തെളിവുകൾ നിന്റെ മുമ്പിൽ തന്നിട്ട് ഇനി അള്ളാഹാണ് കാണുന്നല്ലേ? പാപ്പാന്റെ ചെക്കും കിട്ടി, പാപ്പാന്റെ കത്തും കിട്ടി, പാപ്പാന്റെ അടുത്തുള്ള വിവരം കിട്ടി, എല്ലാം കിട്ടി. പാപ്പാനെന്ന് കാണട്ടെ എന്ന് ചോദിക്കണം. എല്ലാം അള്ളാഹു ഖുർആനും തന്നു, നബിയും തന്നു. ഈ ലോകവും മഴ, എന്താ ഈ മഴ പെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എത്ര മഴ കണ്ടു. ഈ ഒരു വാതിന്റെ അടിയിൽ എത്ര മഴ പെയ്തു, എത്ര വെള്ളമാണ്. നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് എത്ര വെള്ളം കൊള്ളുള്ളൂ? ആ വെള്ളം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൈ പിടിച്ചു നോക്കി, എത്ര അതിന്റെ ഭാരം? ഒരു ബക്കറ്റ് വെള്ളം. മുമ്പൊക്കെ നമ്മൾ അങ്ങനെയല്ല, കിണറ്റൊന്നും മുക്കിയിട്ടല്ല ബാത്റൂമിൽ കൊണ്ടുപോവുക. ഒരു ബക്കറ്റ് വെള്ളം. ഈ വെള്ളം നമ്മുടെ ഒരു ടാങ്കിന് താങ്ങാൻ കഴിയോ? ഈ മഴ പെയ്യുന്ന വെള്ളം അള്ളാഹു ആകാശത്ത് ക്ലൗഡിൽ ഈ വെള്ളം സൂക്ഷിച്ചു വെച്ച്, ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങണില്ല ഈ മേഘത്തിനുള്ളിൽ കൂടെ, ഒരു കുഴപ്പമില്ലല്ലോ, ഐസ് കട്ടയൊന്നുമല്ലല്ലോ. ആ പുക പോലത്തെ മേഘപടലങ്ങളെ ഒരു പ്രത്യേക സാഹചര്യം എന്നാ പറയാൻ, അങ്ങനെ പറയാൻ കഴിയും? അള്ളാഹ് ഉണ്ടാക്കണതാണ്. യുനസ്സിലുൽ ഗൈഥ, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അള്ളാഹു മഴ പെയ്യിപ്പിച്ചില്ലേ? കോടിക്കണക്കിന് ഗാലൻ വെള്ളം ഒരു സ്റ്റോറേജും ഒരു ടാങ്കും ഇല്ലാതെ ഈ ആകാശത്ത് അള്ളാഹു സൂക്ഷിച്ചു വെച്ചില്ലേ? എത്രയാണ് പ്രപഞ്ചത്തിന്റെ അത്ഭുതം! ഇതൊക്കെ ഉണ്ടായിട്ട് ഇനി അള്ളാഹനെ മനസ്സിലായിട്ടില്ല എന്നാ യുക്തിവാദികൾ പറയാം. തആല അല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. കണ്ണുകളെ പടച്ചവനാണവൻ, പക്ഷെ കണ്ണുകളെ കൊണ്ടവനെ കാണണം എന്ന് പറയുന്നത് ധിക്കാരമാണ്. അള്ളാഹുവിന്റെ വലുപ്പം മനസ്സിലാക്കാത്തവരത് പറയാതെ
നമ്മുടെ ബക്കറ്റുമായിട്ട് പോയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ നമ്മുടെ തേൻ വാങ്ങിയവരോ വാങ്ങിയാക്കാത്താരോ ഒക്കെ ഉണ്ടാവാം ഇൻഷാ അല്ലാഹ്. ഒരു ബക്കറ്റ് കൂടെ ഉണ്ടോ? വേഗം കൊടുക്കി. നാളെ വേദണ്ടോ? നാളെ അല്ലല്ലോ. അപ്പൊ പിന്നെ വേഗം ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ തേൻകുപ്പിയൊക്കെ ബാക്കിയായപ്പോ എല്ലാവരും വരി കൊണ്ടുപോയി കുടിച്ചിട്ട് കാര്യമില്ലല്ലോ.